ഹലോ, ഇതിപ്പോൾ ഞങ്ങൾ തോട്ടപ്പള്ളിയിൽ കുഞ്ഞാവയുടെ ബർത്ത്ഡേയുടെ ഷൂട്ടിന് വേണ്ടി വന്നിരിക്കുക. അപ്പം ഞാൻ സാരിയിലൊക്കെ എന്താണെന്ന് വെച്ചിട്ട് ഞാൻ രാവിലെ മണ്ണാറശ്ശാല അമ്പലത്തിൽ പോയിട്ട് നേരെ ഇങ്ങോട്ട് വന്നു. അപ്പോൾ തോട്ടപ്പള്ളി കാറ്റാടിക്കാടുണ്ട് ഇതായി കാണുന്നത്, അവിടെ വെച്ചിട്ടാണ് നമ്മൾ ഷൂട്ട് അറേഞ്ച് ചെയ്തത്. അവരുടെ വീട് ഇവിടെ അടുത്തായതുകൊണ്ട് അവരെയും കൂടെ വന്നുകൊണ്ടിരിക്കുന്നു. ഞാനും ബസ്സും വെയിറ്റ് ചെയ്യുന്നു. അങ്ങനെ പിറന്നാളുകാരി മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. വന്നപ്പോഴൊക്കെ ഭയങ്കര ആക്റ്റീവായിരുന്നു കേട്ടോ. കുറച്ച് നേരം ആക്റ്റീവ് ഉണ്ടായിരുന്നു, പിന്നെ ഞങ്ങൾ വയലൻ്റായി. അവൾക്ക് വന്ന ഏറ്റവും ഇഷ്ടം വസുവിൻ്റെ കയ്യിലിരിക്കുന്നതാണ്. വസുവിനെ കിട്ടിക്കഴിഞ്ഞാൽ അവൾക്ക് പിന്നെ വേറെ ആരെടുത്തും പോകണ്ട, അവൻ തന്നെ എടുത്തുകൊണ്ട് നടക്കണം. നമ്മളൊന്ന് വിളിച്ചാൽ പിന്നെ വരേയില്ല. അവനെയാണ് അവൾക്കിഷ്ടം. ഞാനൊക്കെ പറയും ഇങ്ങനെ അവൻ എടുക്കുമ്പോൾ ശരീരം നോയില്ലേ, കുലിക്കില്ലേ, പക്ഷെ അവൾക്ക് അതൊന്നും വിഷയമില്ല. അവൾക്ക് എപ്പോഴും അവൻ തന്നെ എടുക്കണം. അവൻ ലാസ്റ്റിട്ട് കുറച്ച് എടുത്തു കഴിയുമ്പോൾ അവൻ്റെ കൈ കഴിക്കും. അപ്പോൾ അവൻ കരയും, നമ്മെ പിടിച്ചു എന്നൊക്കെ പറയും. പക്ഷെ അവൾ വരാൻ കൂട്ടാക്കില്ല. ലാസ്റ്റ് അവനും അവളും കൂടെ കരഞ്ഞിട്ടായിരിക്കും ഞങ്ങൾ അവളെ പറിച്ചെടുക്കുന്നത്. ഞാനാണെങ്കിൽ അവൻ കൈവേദനിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറേ വിളിക്കുക, പക്ഷേ അവൾ ഒരു കാരണവശാലും എൻ്റെ അടുത്തോട്ട് വരത്തില്ല. അവന് തന്നെ എടുത്തുകൊണ്ട് നടക്കണം. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ പിക്ക് എടുക്കാനുള്ള തയ്യാറെടുപ്പുകളിലും സ്ഥലങ്ങളൊക്കെ നോക്കിയിട്ട് പിക്ക് എടുക്കാനായി. മോളെന്ന് വെച്ചിട്ടാൽ നല്ല രീതിയിൽ ആദ്യമേ സഹകരിച്ചു. പുള്ളിക്കാരി നിൽക്കാനായിട്ടില്ല, പിടിച്ചിട്ടേ നിൽക്കത്തുള്ളൂ. എന്നാൽ അവളുടെ മാക്സിമം ടൈം അവൾ നിന്ന് സഹകരിച്ചു. പാക്കോ കളിക്കുക മരത്തിൻ്റെ അടുത്ത് നിന്ന്. പിന്നെ ഞങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടാൽ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുക്കാൻ നിൽക്കും. പിന്നെ അവിടെ കാണുന്ന കമ്പും കോടാലിയും അതെല്ലാം ഞങ്ങൾക്ക് വേണം. ഞങ്ങൾ അതെല്ലാം പറക്കിക്കൊണ്ടൊക്കെ നിൽക്കും. പിന്നെ ഞങ്ങൾ ഉടുപ്പൊക്കെ മാറി ഞങ്ങൾ ജീൻസും ബനിയനും ഒക്കെ ഇട്ട് അടുത്ത ഫോട്ടോ എടുക്കാൻ വേണ്ടി അടുത്ത പോസ്റ്റിനായി അടുത്ത ലൊക്കേഷനിലോട്ട് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾക്ക് അവിടെ ചെന്നപ്പോൾ ഒരു മരം കിട്ടി. ഇതിൻ്റെ അകത്ത് കയറി ഇരുന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് നല്ല പേടിയായിരുന്നു. ഞങ്ങൾ ടെൻഷൻ അടിച്ച് നിൽക്കുക. പക്ഷേ അവൾക്കിതൊന്നും ഒരു ബാധകമേ ഇല്ല. അവൾക്ക് എങ്ങനെയെങ്കിലും കുറേ പിക്ക് കിട്ടിയാൽ മതി. അവൾ ഹാപ്പി ആയിട്ടിരുന്നു. പിന്നെ ബീച്ചിനെടുത്തിട്ട് കൊണ്ട് ഇരുത്തിയപ്പോൾ പുള്ളിക്കാരി തിരിഞ്ഞു നോക്കിയപ്പോൾ കടൽ സൗണ്ട് കേട്ടപ്പോൾ പുള്ളിക്കാരി അങ്ങ് നന്നായിട്ട് അങ്ങ് പേടിച്ച്. പിന്നെ അയാളങ്ങ് കരയാൻ തുടങ്ങി. പിന്നെ വയലൻ്റായിരുന്നു. പിന്നെ ഇനി എൻ്റെ പിക്ക് എടുക്കണ്ട മതി എന്നായി. ഞങ്ങളുമായിട്ടുള്ള പിക്കൊക്കെ എടുക്കാൻ നിർത്തിയിട്ട് അവൾ ഭയങ്കര കരച്ചിലായിരുന്നു. ഞങ്ങളായിട്ടുള്ള പിക്കിലെല്ലാം അവൾ ഭയങ്കര കരച്ചിലായിരുന്നു. ഒരു കാരണവശാലും പുള്ളിക്കാരി സഹകരിക്കുന്നില്ല. തലയിലിരുന്നതും അതും ഇതും എല്ലാം വലിച്ച് വാരി ചെരുപ്പും എല്ലാം ഊരിക്കളഞ്ഞ് മതി മതി എന്നുള്ള മട്ടിലായിരുന്നു. പിന്നെ അതുകൊണ്ട് നമ്മളുമായിട്ടുള്ള പിക്കിലൊന്നും പുള്ളിക്കാരി ചിരിച്ച് കിട്ടിയില്ല. പിന്നെ കുറച്ച് ഫാമിലി ഫോട്ടോസൊക്കെ എങ്ങനെയൊക്കെയോ എടുത്ത് അച്ഛനെ തോളിരുന്നപ്പോൾ പുള്ളിക്കാരി ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.